CEO, District Coordinator, ASAP Program Managers. പാലക്കാട് ജില്ലയുടെ അതേപോലെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും അറ്റത്തുള്ള ഒരു സ്കൂളാണ് നമ്മുടെ നെല്ലിയാമ്പതി വളച്ചിറക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. മറ്റുള്ള സ്ഥലങ്ങളിലേക്കാട്ടിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം കുട്ടികളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഈ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ നമ്മൾ 5 വർഷമായി ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ട് അതിന് മുന്നേ സ്കൂള് 30 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. ഈ ഹയർ സെക്കൻഡറി അനുവദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള അധ്യാപകർ തന്നെയാണുള്ളത്. നമ്മളിവിടെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു നെല്ലിയാമ്പതിയിലെത്തി നമ്മുടെ ഒരു അനുഭവം വളരെ പെട്ടെന്ന് വരുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഓരോ കുട്ടികൾ വരുന്ന അവരുടെ സാഹചര്യങ്ങൾ, അവർ താമസിക്കുന്ന സാഹചര്യങ്ങൾ, പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, പിന്നെ അതേപോലെ അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞങ്ങളുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അതെല്ലാം. എന്നിരുന്നാലും ഞങ്ങൾ കുറേശ്ശെ ആ കുട്ടികളെ ഈ ഒരു രീതിയിലേക്ക്, പഠിത്തത്തിൻ്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ, പല രീതിയിലുള്ള, ഞങ്ങൾ ഏത് പ്രോഗ്രാം ആണെങ്കിലും ആദ്യം ഒന്ന് നോക്കും, ഒന്ന് പയറ്റി നോക്കുക എന്ന് പറയും. ആദ്യം ഒന്ന് ഞങ്ങൾ പയറ്റി നോക്കും, ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതേപോലെ തന്നെ അസാപ്പിൻ്റെ ആദ്യം മിനി മാഡം, അതേപോലെ രാവിലെ ഇവരെല്ലാം വന്നിരുന്നു. അവർ വന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചോദിച്ചത്, നമ്മുടെ മറ്റുള്ള ഗവൺമെൻറ് പ്രൊജക്റ്റ് പോലെ തന്നെ ഒരു പേരിന് മാത്രം അത് ഫണ്ട് പല രീതിയിൽ ചെലവഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു ബോധ്യപ്പെടുന്നതിനുള്ളൊരു പ്രോഗ്രാം തന്നെയാണോ അസാപ്പ് എന്നാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്. കാരണം ഈ കുട്ടികളെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ആ രീതിയിലാണ് കുട്ടികളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി മാഡം അവർ പറഞ്ഞു, സാർ ഒരു വർഷം നമുക്ക് നോക്കി നോക്കാം, എന്താണ് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം സാർ അത് അംഗീകരിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഞങ്ങളൊരു ടീമായിട്ട് തന്നെ കുട്ടികളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനും ഇതിനെല്ലാം ഞങ്ങൾ താല്പര്യം എടുത്തു. ഈ കുട്ടികൾ പിന്നെ അതേപോലെ ഈ കുട്ടികൾ ഇവിടുന്ന് മറ്റുള്ള സ്കിൽ കോഴ്സിനൊക്കെ താഴെ 33 കിലോമീറ്റർ താഴെ പോയിട്ട് വേണം അവർക്ക് പഠിക്കാൻ. അതിൽ ഗേൾസും അവർ രക്ഷിതാക്കളെ വിളിച്ചു. അവർ രക്ഷിതാക്കളോട് വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അസാഫിനെ കുറിച്ച് എനിക്കെല്ലാം പറഞ്ഞു തന്നിരുന്നു. അതേ രീതിയിൽ തന്നെ അവർക്ക് നാളെ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ആ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇതിനുവേണ്ടി അതിനുശേഷം ഒരു ക്ലാസ്